നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് റൗണ്ട് അപ്പ്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3:20 മരണം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു. മലയാളികളെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്തിയ മുഖ്യമന്ത്രി, ഭരണകൂടത്തെ വിറപ്പിച്ച പ്രതിപക്ഷ നേതാവ്, പാർലമെന്ററി രംഗത്തെ VS അച്യുതാനന്ദൻ തീർത്ത ചരണങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. അവസാന ശ്വാസം വരെ തികച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന VSന് മലയാളി നൽകിയ ഇടം ഇനിയൊരു നേതാവിന് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. അടുത്തൊരു നൂറ്റാണ്ടിനു കൂടി കരുത്തു പകർന്നാണ് VS വിടവാങ്ങിയത്. VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ഇന്ന് രാത്രി തിരുവനന്തപുരം AKG സെന്ററിൽ വയ്ക്കും. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനത്തിനായി കൊണ്ടുവരും. ഉച്ചയ്ക്ക് ദേശീയപാതയിലൂടെ ആലപ്പുഴയിലേക്ക്, രാത്രിയോടെ ആലപ്പുഴയിൽ എത്തിച്ചേരും. ജൂലൈ 23 ബുധനാഴ്ച രാവിലെ CPIM ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. നിമിഷപ്രിയ കേസ്. കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി ചാണ്ടിയുമ്മൻ MLA. കാരന്തൂർ മർക്കസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ നന്ദി അറിയിക്കാനാണ് എത്തിയതെന്ന് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, എല്ലാം പോസിറ്റീവായി കാണുന്നു. കാന്തപുരത്തിന്റെ യമൻ ബന്ധം ഗുണം ചെയ്തു. ആരും തെറ്റിദ്ധാരണ പരത്തരുത്, എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ചാണ്ടിയുമ്മൻ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. കെട്ടിടം തകർന്ന ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ സംഘർഷം. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. CPIM തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ഉച്ചഭക്ഷണത്തിന് തയ്യാറാക്കി വെച്ച പാത്രങ്ങളും കസേരകളും വലിച്ചെറിഞ്ഞു. സ്കൂൾ കോമ്പൗണ്ടിലെ പൈപ്പ് പൊട്ടി. മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ മുറ്റത്തുണ്ടായ യൂത്ത് കോൺഗ്രസ് LDF പ്രതിഷേധങ്ങളിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് പരാതി നൽകി BJP. കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റിയാണ് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയത്. ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചതിലും സ്കൂളിൽ അതിക്രമം അഴിച്ചുവിട്ടതിലും നടപടി വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഘർഷത്തിനിടെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുകയും അവശേഷിച്ച ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുകയും ചെയ്തു. എന്നാൽ ഇതാരാണ് ചെയ്തതെന്ന് വ്യക്തതയില്ല. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സുരക്ഷാ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. ഈ മാസം 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ ഓഫീസർമാർ മുഴുവൻ ജില്ലകളിലെ സ്കൂളുകളിലും പരിശോധന നടത്തും. ഒരു ജില്ലയിൽ 7 സംഘങ്ങളായിട്ടാണ് പരിശോധന നടത്തുക. പരിശോധന നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് സംഘത്തെയും നിയോഗിക്കും. അടുത്ത മാസം 12 ചേരുന്ന സുരക്ഷാ സമിതി യോഗത്തിൽ പരിശോധന റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് കാലവർഷം സജീവം. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 11 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ദുബായിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയും രേഖാമൂലം കത്ത് നൽകി. 1 വർഷം മുമ്പാണ് സതീഷ് ജോലിയിൽ പ്രവേശിച്ചത്. അതുല്യയുടെ ഫോൺ അന്വേഷണ സംഘം പരിശോധിക്കും. സതീഷിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. സതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എറണാകുളം ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശേഷം യുവാവ് സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് മൃതദേഹം കാണിച്ചു. കൊല്ലം സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രാഥമിക വിവരം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. ഇന്നലെ രാത്രി ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു ഇരുവരും. തുടർന്ന് ഇരുവരും തമ്മിൽ വിവാഹ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായെന്നും കൊലയിൽ കലാശിച്ചുവെന്നുമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇവർ ഇടയ്ക്കിടെ ഈ ലോഡ്ജിൽ വന്ന് താമസിക്കാറുണ്ട്. ആലുവ നഗരത്തിൽ തന്നെയാണ് ലോഡ്ജുള്ളത്. അതുകൊണ്ട് തന്നെ ലോഡ്ജിലെ ജീവനക്കാർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം താൻ ഇങ്ങനെയൊരു കൃത്യം ചെയ്തതായി സുഹൃത്തുക്കളെ ഇയാൾ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് സുഹൃത്തുക്കളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പ്രമുഖ വ്യവസായിയും 4.5 പതിറ്റാണ്ടിലേറെ ഖത്തറിലെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന ഹൈസൻ ഹൈദരാജി ദോഹയിൽ നിര്യാതനായി. 90 വയസ്സായിരുന്നു. ഖത്തർ MES ഇന്ത്യൻ സ്കൂൾ, ഫാമിലി ഫുഡ് സെന്റർ, കോഴിക്കോട് ഹൈസൻ ഹോട്ടൽ, ഹൈസൻ മോട്ടോഴ്സ് എന്നിവയുടെ സ്ഥാപകനാണ്. ഖത്തർ ഇൻകാസിന്റെ പ്രഥമ ഉപദേശക സമിതി അംഗവും
ICBF, ICC എന്നിവയുടെ അമരക്കാരിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. കോട്ടയത്ത് നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരാതി നൽകി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. കോട്ടയം വെസ്റ്റ് പോലീസിലാണ് പരാതി നൽകിയത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. PDP നേതാവ് MS നൌഷാദാണ് പരാതി നൽകിയത്. മതസ്പർദ്ധയുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രസംഗമെന്നും പരാതിയിൽ പറയുന്നു. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് 40 വർഷം വേണ്ടിവരില്ല. കേരളത്തിൽ ജനാധിപത്യമല്ല മതാധിപത്യമാണുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നത് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂരിപക്ഷ പ്രീണനത്തിന് ശ്രമം നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്ന വർഗീയ ക്യാമ്പയിന്റെ തുടർച്ച. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിലുള്ള CPIM പ്രസ്താവന ആകാശത്തേക്കുള്ള വെടിയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഒരു വർഗീയ പ്രചാരണങ്ങളും അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ഏകപക്ഷീയമെന്ന് അദ്ദേഹം ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നും CPIMന് വേണ്ടി കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ് വ്യോമസേനയുടെ പരിശീലന വിമാനം തകർന്നു വീണു. ധാക്കയിലാണ് അപകടമുണ്ടായത്. ചൈനീസ് നിർമ്മിത F-7 യുദ്ധവിമാനമാണ് തകർന്നു വീണത്. മൈൽസ്റ്റോൺ കോളേജിന് സമീപമാണ് അപകടം നടന്നത്. സംഭവത്തിൽ ഒരാൾ മരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി പേർക്ക് പരിക്ക്. ധാക്കയിലെ വടക്കൻ ഉത്തർപ്രദേശത്തുള്ള ഒരു സ്കൂൾ ക്യാമ്പസിലേക്കാണ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ പരിശീലന വിമാനം തകർന്നു വീണത്. തകർന്ന F-7 BGI വിമാനം വ്യോമസേനയുടേതാണെന്ന് ബംഗ്ലാദേശ് ആർമിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു. ഒരാൾ മരിച്ചതായും 4 പേർക്ക് പരിക്കേറ്റതായും ഫയർ ഓഫീസർ ലിമ ഖാൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ വിധി എഴുതിയത് 18 വർഷങ്ങൾക്ക് ശേഷം. ബോംബെ ഹൈക്കോടതിയിൽ നിന്നും വലിയ നിരൂപണ വിധി. കേസ് സംബന്ധിച്ച് കസ്റ്റഡിയിലായിരുന്ന മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. കേസിൽ പ്രോസിക്യൂഷന് കുറ്റാരോപണം തെളിയിക്കാനായില്ലെന്ന് കോടതി കർശനമായി നിരീക്ഷിച്ചു. മുംബൈയിലെ പ്രത്യേക MCOCA കോടതി ഇതിനു മുമ്പ് 5 പ്രതികൾക്ക് മരണശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം തടവുമായിരുന്നു വിധിച്ചത്. എന്നാൽ പിന്നീട് പ്രതികളിൽ ഒരാൾ കോവിഡ് ബാധിച്ച് ജയിൽ ശിക്ഷയ്ക്കിടയിൽ മരിച്ചു. ഒഡീഷയിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ NSUI സംസ്ഥാന അധ്യക്ഷൻ ഉദിത് പ്രസാദ് അറസ്റ്റിൽ. ഭുവനേശ്വറിലുണ്ടായ യുവതീ പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വർ പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് കേസിന്റെ രജിസ്ട്രേഷൻ നടന്നത്. തുടർന്ന് ആരംഭിച്ച അന്വേഷണത്തിൽ പ്രതിയായ ഉദിത് പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനം നടന്നെന്ന് പരാതി നൽകിയ യുവതി പ്രതിയും ഭുവനേശ്വറിലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു പഠിക്കുന്നതെന്ന് പ്രാഥമിക വിവരം. പരാതിക്കാരുടെ മൊഴി അടിസ്ഥാനമാക്കിയുള്ള മെഡിക്കൽ പരിശോധനയും തെളിവെടുപ്പുകളും പോലീസിന്റെ മേൽനോട്ടത്തിൽ പുരോഗമിക്കുകയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന AI നിർമ്മിത വീഡിയോ ഷെയർ ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഉത്തരവാദിത്തമില്ലാത്ത നടപടിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിച്ചു. തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണവിവരങ്ങൾ പോലും പങ്കുവെച്ച് അതിനൊരു ആധികാരികത ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ AI വീഡിയോ എന്ന സൂചന പോലുമില്ലാതെ ട്രംപ് പങ്കുവെച്ച ഈ വീഡിയോയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നിരവധി പേർ. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്നു. ആ ഐക്യം പാർലമെന്റിലും പ്രതിഫലിക്കണമെന്ന് പ്രധാനമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷകാല സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറെ ഗൗരവത്തോടെ പരിഗണിക്കണം. ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ ഒരേ രീതിയിൽ ശബ്ദമുയരണം. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ അജണ്ട കാണും. എന്നാൽ രാജ്യസുരക്ഷയിൽ ഒന്നിച്ചു നിൽക്കണം. വികസനത്തിൽ ഒന്നിച്ചു നിൽക്കാം. പാർലമെന്റിൽ ക്രിയാത്മക ചർച്ചകൾ നടക്കട്ടെ. പാർട്ടികളുടെ താല്പര്യത്തെക്കാൾ വലുത് രാജ്യ താല്പര്യമാണെന്നും മോദി പറഞ്ഞു. രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ED ഉപയോഗിക്കപ്പെടുന്നത് എന്തിനെന്ന് സുപ്രീം കോടതി. രാഷ്ട്രീയ യുദ്ധങ്ങൾ നടക്കേണ്ടത് കോടതിക്ക് പുറത്തെന്നും സുപ്രീം കോടതി വിമർശിച്ചു. മുട അഴിമതി കേസിലെ സമൻസ് റദ്ദാക്കിയതിനെതിരെ ED നൽകിയ അപ്പീൽ തള്ളിയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിക്ക് ED നൽകിയ സമൻസ് നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ ED നൽകിയ അപ്പീൽ തള്ളിയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിമർശനം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.